മത തീവ്രവാദത്തിന് പിന്നിൽ വലിയൊരു ബിസിനസ് അജണ്ടയുണ്ട്. അപ്പം എന്താണ് ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞ് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേന്നുള്ളതിൻ്റെ ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു അനാലിസിസ് ആദ്യം നടത്തണം. ന്യൂനപക്ഷം ഭൂരിപക്ഷം അങ്ങനെയല്ല, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. മതത്തിൻ്റെ പേരിലുള്ള വിഭജനം എന്നും തെറ്റ് തന്നെയാണ്. ഹിന്ദുക്കൾക്ക് മാത്രം വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യം, ഹിന്ദുക്കൾക്ക് മാത്രം വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ സംജാതമാകുന്നു. അതിനെയാണ് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുക ടെക്നിക്കലി. അതെ, അത് സാധ്യമാണോ? അല്ലല്ലോ. യാതൊരുവിധ മതപരമായിട്ടുള്ള അജണ്ട RSS ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഈ ന്യൂനപക്ഷ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തിനാണ് ഈ ഫൈറ്റ്? എപ്പോഴാണോ നമ്മുടെ വോട്ടിംഗ് റൈറ്റ് ഇല്ലാതാവുന്നത് അവിടെ നമ്മൾ ഇൻസെക്യൂർഡ് ആവേണ്ട കാര്യമുള്ളൂ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബിസിനസ്സാണെന്ന്. ഇതിലെ 100% വരുന്ന ക്രിസ്ത്യാനികളും മുസ്ലിംസും ഹിന്ദുക്കളും തമ്മിലടിക്കുന്നുണ്ട്, ഇല്ലല്ലോ. ഇപ്പോഴും വിഷു വരാൻ പോവാണ്. ഈ വിഷുവിന് എത്രയോ മുസ്ലിം സഹോദരങ്ങൾ ഹിന്ദുക്കളുടെ വീട്ടിലും. അപ്പോൾ മുസ്ലിം രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിംസിനും വോട്ടിംഗ് റൈറ്റ് മാത്രം, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കില്ല. അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് മാത്രം വോട്ടിംഗ് റൈറ്റ്. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ വോട്ടിംഗ് റൈറ്റ് നഷ്ടപ്പെടുന്നത് അവിടെ വിജിലൻ്റ് ആവേണ്ട സാഹചര്യം മാത്രമേ നമുക്കുള്ളൂ. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ജേർണലിസമാണ് കൂടുതലും കേരളത്തിൽ നടന്നു വരുന്നത്. വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ പൊതുജനത്തിന് അറിയാൻ കഴിയാത്തൊരവസ്ഥയാണ്. നമസ്കാരം. കേരളത്തിൽ പല ഓൺലൈൻ ചാനലുകളുണ്ട്. ആ ഓൺലൈൻ ചാനലുകളൊക്കെ ഓൺലൈൻ ചാനലുകളായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും. അതിൽ നിന്ന് വ്യത്യസ്തമായി കർമ്മ ന്യൂസ് സാറ്റലൈറ്റിലേക്ക് വരികയാണ്. ആ സാറ്റലൈറ്റിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട വിഷയം സോംദേവ് സാറാണ്. അതായത് RSSൻ്റെ നേതാവ് കൂടിയാണ് ആ ചാനൽ നയിക്കുന്നത്. സാർ നമസ്കാരം. നമസ്കാരം. ഇത്തരമൊരു ചാനൽ കർമ്മ ന്യൂസ് പുറത്ത് അറിയപ്പെടുന്ന രീതിയുണ്ട്. അപ്പോൾ ആ അത്തരമൊരു ചാനലിൽ സാറ്റലൈറ്റ് സാർ നയിക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു കോൺസെപ്റ്റ്? സാറ്റലൈറ്റിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നിലവിലെ ജേർണലിസം മൂല്യച്യുതി വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ ജേർണലിസത്തിൻ്റെ തിരിച്ചുവരവ്, ജേർണലിസ്റ്റുകളുടെ തിരിച്ചുവരവ്, ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ജേർണലിസമാണ് കൂടുതലും കേരളത്തിൽ നടന്നു വരുന്നത്. വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ പൊതുജനത്തിന് അറിയാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇത് വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ മോഡേൺ യുഗത്തിൽ എന്താ പറയുക, ഇപ്പോഴത്തെ ജനറേഷന് വാർത്തകളോടൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും ആസ് എ സിറ്റിസൺ റൈറ്റ് ന്യൂസുകൾ അറിയാന്നുള്ള അവരുടെ ഒരു ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മൂല്യച്യുതി വന്ന ജേർണലിസത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഒരു പുതിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഈ മറുനാടൻ മലയാളി കർമ്മ ന്യൂസ്. ഇത് നമ്മുടെ മലബാറിലെ ആളുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു മുൻപ് കാലങ്ങളിൽ, അല്ലേ? സാറിന് അറിയാം ഇപ്പോഴത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. പല രീതിയിലേക്കും ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാര്യം ചില കാര്യങ്ങൾക്ക്, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിലേക്കുള്ള വലിയ വിഷയങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ പറയുന്നത് ഈ മതവർഗീയവാദങ്ങൾ. അതെ, തീർച്ചയായും മതവർഗീയവാദങ്ങൾ. ശരിക്കും ഈ മതവർഗീയവാദങ്ങൾ ശരിക്കും ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ലാണോ എന്നാണ് എൻ്റെ ചോദ്യം. കാര്യം പ്രത്യേകിച്ച് താങ്കളോട് ചോദിക്കുമ്പോൾ താങ്കളുടെ ഒരു ആംഗിൾ എന്തായിരിക്കും അതിൽ? ഒന്നാമത്തെ കാര്യം, താങ്കൾ ആദ്യമേ പരാമർശിച്ചു ഞാനൊരു RSS നേതാവ്. ഞാനൊരു RSS നേതാവല്ല, RSSൽ പ്രവർത്തിച്ച ഒരു സ്വയം സേവനാണ്. അത് ആദ്യം തിരുത്തുകയാണ്. രണ്ടാമത്തത്, ഇവിടുത്തെ വിഷയം എന്താണ്? ഹിന്ദു രാഷ്ട്രം, അല്ലേ? ഹിന്ദു രാഷ്ട്രം ടെക്നിക്കലി എപ്പോഴാണ് രൂപപ്പെടുക എന്നുള്ളത് ആദ്യം പഠിക്കണം. ഈ ഇത്തരത്തിലുള്ള വർഗീയവാദങ്ങൾക്ക് അല്ലെങ്കിൽ മത തീവ്രവാദത്തിന് പിന്നിൽ വലിയൊരു ബിസിനസ് അജണ്ടയുണ്ട്. അപ്പം എന്താണ് ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞ് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേന്നുള്ളതിൻ്റെ ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു അനാലിസിസ് ആദ്യം നടത്തണം. എനിക്ക് പറയാനുള്ളത്, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷം ഭൂരിപക്ഷം അങ്ങനെയല്ല, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. മതത്തിൻ്റെ പേരിലുള്ള വിഭജനം എന്നും തെറ്റ് തന്നെയാണ്. ഇത്രയും ചിന്തിച്ചാൽ മതി. ഹിന്ദുക്കൾക്ക് മാത്രം വോട്ട് കിട്ടുന്നൊരു സാഹചര്യം, ഹിന്ദുക്കൾക്ക് മാത്രം വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ സംജാതമാകുന്നു. അതിനെയാണ് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുക ടെക്നിക്കലി. അതെ, അത് സാധ്യമാണോ? അല്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ പറയും വിചാരധാര, ഇപ്പോൾ സാറ് വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വിചാരധാര ശരിക്കും അതാണോ ശരിക്കും RSS അല്ലെ BJP ഫോളോ ചെയ്യുന്നത്? അല്ല, RSSനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പ്രത്യേക ഒരു ബുക്ക് ഫോളോ ചെയ്യുന്ന ശൈലിയില്ല. RSS ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. RSSൽ പരിവാറിൽ മുസ്ലിം സംഘടനയുണ്ടല്ലോ. CPMനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അത്തരത്തിലുള്ള സംഘടനകളുണ്ടോ? അപ്പോൾ RSSന് മുസ്ലിം സംഘടനയുണ്ട്. ആ മുസ്ലിം ഓർഗനൈസേഷന് കൃത്യമായിട്ട്
പ്രചാരകന്മാരെ കൊടുത്തിട്ടുള്ള ഒരു സംവിധാനമാണ് RSS സംബന്ധിച്ചിടത്തോളം മതമല്ല. ഇപ്പോൾ RSS കാര്യാലയത്തിൽ പോയി കഴിഞ്ഞാൽ പൂജാക്രമങ്ങളോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിൻ്റെ ആചാരക്രമങ്ങളൊന്നും കാണാൻ കഴിയില്ല. RSS സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഒരു സ്വയം സേവകനെ സൃഷ്ടിക്കുക, ഒരു നാഷണലിസ്റ്റിനെ സൃഷ്ടിക്കുക എന്നതിൽ അപ്പുറത്ത് യാതൊരുവിധ മതപരമായിട്ടുള്ള അജണ്ട RSSനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ സംഘടനയുടെ പേരും പറഞ്ഞ് പലരും പല കാര്യങ്ങളും അത് അമർച്ച ചെയ്യേണ്ടതല്ലേ ശരിക്കും? അല്ല, ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആ സിസ്റ്റത്തിനുള്ളിൽ അതില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് ന്യൂനപക്ഷ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തിനാണ് ഈ ഫൈറ്റ്? എപ്പോഴാണോ നമ്മുടെ വോട്ടിംഗ് റൈറ്റ് ഇല്ലാതാവുന്നത് അവിടെ നമ്മൾ ഇൻസെക്യൂർഡ് ആവേണ്ട കാര്യമുള്ളൂ. അതർവൈസ് ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, നമുക്കൊരു നല്ലൊരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിനനുസരിച്ചിട്ട് പ്രവർത്തിച്ചു പോകുന്ന രാജ്യമുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതൊരു ബാലിശമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനിങ് ആണ് സാർ. ഇപ്പോൾ ഹോളി ആഘോഷിക്കുന്ന സമയം നമ്മൾ കണ്ടു, പല രീതിയിലേക്കൊക്കെ പള്ളികൾ മറക്കുക, അതുപോലെ ക്രിസ്ത്യൻ ചർച്ചുകൾ ആക്രമിക്കപ്പെടുക. അതിനൊന്നും ശരിക്കും ഞാൻ പറയുന്നത് ഒറ്റ പോയിന്റാണ്, അമർച്ച ചെയ്യാത്ത ഭരണകൂടങ്ങൾ ശരിക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി. അത് താങ്കളുടെ കാഴ്ചപ്പാടാണ് കേട്ടോ. അതായത് ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ കാഴ്ചപ്പാടിൽ അത്തരം രീതികൾ, പള്ളി പൊളിക്കുക അല്ലെങ്കിൽ പള്ളിയെ ആക്രമിക്കുക, ക്രിസ്ത്യൻ ചർച്ചുകൾ പൊളിക്കുക, അതുപോലെ തന്നെ ഈ ദളിതരെ ആക്രമിക്കുക, അത്തരം രീതിയിലേക്ക് താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ല, അത് വയലൻസ് ഒരിക്കലും ഒരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമല്ല. പക്ഷെ തിരിച്ചുകൊണ്ടല്ലോ, ഇപ്പോൾ ഹിന്ദു മുസ്ലിമിനെ ആക്രമിക്കുന്നു, മുസ്ലിം ഹിന്ദുവിനെ ആക്രമിക്കുന്നു, ഹിന്ദു ക്രിസ്ത്യാനിയെ ആക്രമിക്കുന്നു, ക്രിസ്ത്യാനി ഹിന്ദുവിനെ ആക്രമിക്കുന്നു, മുസ്ലിമിനെ ആക്രമിക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബിസിനസ്സാണെന്ന്. ഇതിലെ 100% വരുന്ന ക്രിസ്ത്യാനികളും മുസ്ലിംസും ഹിന്ദുക്കളും തമ്മിലടിക്കുന്നുണ്ട്, ഇല്ലല്ലോ. ഇപ്പോഴും വിഷു വരാൻ പോവാണ്. ഈ വിഷുവിന് എത്രയോ മുസ്ലിം സഹോദരങ്ങൾ ഹിന്ദുക്കളുടെ വീട്ടിലും ഹിന്ദു സഹോദരങ്ങൾ ക്രിസ്ത്യാനികൾ ക്ഷണിക്കുന്നു. ഇവിടെ ഒന്നും ജാതി മതം ഒരു വിഷയമേ അല്ല. പക്ഷേ നമ്മൾ ഈ പുതിയ ജനറേഷൻ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ പറയുന്ന രാഷ്ട്രം. ഇപ്പോൾ മുസ്ലിം രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിംസിനും വോട്ടിംഗ് റൈറ്റ് മാത്രം, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കില്ല. അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് മാത്രം വോട്ടിംഗ് റൈറ്റ്. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ വോട്ടിംഗ് റൈറ്റ് നഷ്ടപ്പെടുന്നത് അവിടെ വിജിലൻ്റ് ആവേണ്ട സാഹചര്യം മാത്രമേ നമുക്കുള്ളൂ. അതർവൈസ് ഇതൊക്കെ ഓരോ ആളുകളുടെ ബിസിനസ്സാണെന്ന് മനസ്സിലാക്കി നമ്മളൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ വളരെ ഭംഗിയായിട്ട് ഇത്തരത്തിലുള്ള വിഭജനങ്ങളിൽ. സാർ, പർദ്ദ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ വിവാദം നമുക്കറിയാലോ. അപ്പോൾ പർദ്ദ നിരോധിക്കുന്ന രീതി ശരിക്കും മുസ്ലിം സമൂഹത്തിന് എതിരായിട്ടാണ് ശരിക്കും ഈ ഒരു നിയമം വരാൻ വേണ്ടി പോകുന്നു എന്നുള്ള പ്രചരണമാണ് ഉണ്ടായത്. പക്ഷേ ഞാൻ നോക്കിക്കണ്ടത് ശരിക്കും ഒരു ബിസിനസ്സിന് തന്ത്രമാണെന്നുള്ളതാണ്. അല്ല, പർദ്ദ നിരോധിക്കുക എന്നുള്ള ഒരു നിലപാട് എവിടെയാണ് എടുത്തിട്ടുള്ളത്? തീർച്ചയായും അത്തരം ഒരു വിധിപ്പകർപ്പ് ഇല്ല. പക്ഷെ അത് അത്തരം നിരോധിക്കണം എന്ന് അതാ ഞാൻ പറഞ്ഞത്. ചില സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങളെ എതിർത്തുകൊണ്ട് ഇങ്ങനെ ഫെനാറ്റിസിസം, അതായത് മതവർഗീയവാദം നടപ്പിലാക്കുന്ന പല സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അവിടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് സോൾവ് ചെയ്യണമല്ലോ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ടെക്നിക്കൽ കാര്യം എന്താണ്? വോട്ടിംഗ് റൈറ്റ് നമുക്ക് നഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ കൺസേൺ ആവേണ്ടുള്ളൂ. അതെ, തീർച്ചയായും. പക്ഷേ ബാക്കി എന്ത് വന്നാലും അതിനിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് എടുത്തു കാണിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ തൃശ്ശൂർ സുരേഷ് ഗോപി വന്നിരിക്കുന്നു, ഒരു കേന്ദ്രമന്ത്രിയാണ്. എന്ത് ഉപകാരമാണ് അദ്ദേഹത്തെ കൊണ്ട് ഉണ്ടായത് എന്ന് ശരിക്കും തൃശ്ശൂരിലെ ജനങ്ങൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നു മാധ്യമങ്ങളോട് തട്ടിക്കയറുന്നു. അതിനപ്പുറത്തേക്ക് ഡെവലപ്മെന്റ് എന്നുള്ള അദ്ദേഹം ചിന്തിക്കുന്നേയില്ല. ഇപ്പോൾ വയനാട്ടിലെ വിഷയം അറിയാതെ താങ്കൾക്ക്, വലിയ രീതിയിൽ കണ്ണീരൊഴുക്കിയ സ്ഥലമാണ്. ആ വയനാട്ടിൽ പോലും ഒരു സഹായം വേണമെന്ന് ശബ്ദിക്കാത്ത നമ്മുടെ കേന്ദ്രമന്ത്രി. താങ്കളുടെ ശരിക്കും മനസ്സെനിക്ക് അറിയേണ്ടത്. ഞാനൊരു സിറ്റിസൺ എന്ന നിലവാരത്തിലാണ് രാഷ്ട്രീയത്തെ നോക്കി കണ്ടിട്ടുള്ളത്. തീർച്ചയായും അത്തരം രീതിയിലേക്ക് എങ്ങനെയാണ്? ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ വളരെ താഴെത്തട്ടിൽ പ്രവർത്തിച്ച് രൂപപ്പെട്ടു വന്ന ഒരാളല്ല. ഇപ്പൊ അദ്ദേഹത്തിന് സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനേക്കാളും നോളജ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ധാർമ്മികമായിട്ട് ചില കാര്യങ്ങൾ പഠിച്ച് മാറേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. അത്തരം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ പൊതുജനത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് വികസനം നടത്തുന്ന ഒരു രീതിയിലേക്ക് കുറച്ചുകൂടി മാറേണ്ടിയിരിക്കുന്നു. പക്ഷേ വേറെ വിഷയം എന്താ വെച്ചാൽ, ഈ ഒരു സംസാരം എല്ലാവരും സംസാരിക്കുന്നതാണല്ലോ. ഇപ്പൊ ഞാനടക്കം സാറടക്കം സംസാരിക്കുന്ന സാറിന് പോലും ബി ജെ പിയിലുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതായത് ആവശ്യമില്ലാതെ പ്രഷർ കൂടി സംസാരിക്കുന്ന രീതിയാണ് ഇപ്പൊ കാണുന്നത്. ഒരുപാട് പരിമിതികളും ഒരുപാട് വിഷയങ്ങളും നിൽക്കുന്ന ജില്ലകളാണ് ഈ പറഞ്ഞ 14 ജില്ലകളും കേരളത്തിലെ. അപ്പൊ വികസനത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു പടി മുന്നോട്ടേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ട്
പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഒരു സോഷ്യൽ മെസ്സേജ് കൊടുത്തുകൊണ്ട് സിറ്റിസൻസിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് മറ്റൊരു രീതിയിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ട് സുരേഷ് ഗോപിക്ക് പറ്റും. ആ തലത്തിലേക്ക് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോഴേക്കും ജനങ്ങൾ വെറുത്തുണ്ടാവും. അത് മറ്റൊരു കാര്യം. ഇത്തരം കോപ്രായങ്ങളൊന്നും ജനങ്ങൾക്ക് എന്താണ് അത്ര പിടിക്കുന്നില്ല എന്ന് തൃശ്ശൂരിലെ ജനങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി. സുരേഷ് ഗോപിക്ക് 5 വർഷത്തെ കാലാവധി ജനം കൊടുത്തിട്ടുണ്ട്. ഈ 5 വർഷ കാലാവധിക്കുള്ളിൽ സുരേഷ് ഗോപിക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും പാർട്ടിയെയും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരെയും സംരക്ഷിച്ചുകൊണ്ട് പുതിയ നിലപാടുകളോടുകൂടി ഒരു കേരളത്തിലൊരു സർക്കാർ രൂപീകരണത്തിന് വലിയ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നിലപാടുകൾ വിമർശിക്കപ്പെടുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി പൊതുജനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പഴയകാലത്തെ പാർലമെന്റേറിയൻസ് ഒക്കെ ചെയ്ത പ്രവർത്തനങ്ങളിലേക്ക് വരുന്നതിൽ തെറ്റില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് ഞാൻ നല്ല രീതിയിൽ നോക്കി കാണുന്നതാണ്. ജനങ്ങൾ പല അഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ വരെ ട്രോളുന്ന അദ്ദേഹത്തിന്റെ ഏഷ്യാനെറ്റിന്റെ മുതലാളിയെ വരെ അറിയാലോ, നിഷാന്ത്, നല്ല രീതിയിലേക്ക് പച്ചയായ രാഷ്ട്രീയം പറയുന്ന അത്തരം രീതിയിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് പോയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ കർമ്മ ന്യൂസിന്റെ സാറ്റലൈറ്റ് ഏത് രീതിയിലായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ